ഗൾഫ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ചും യുഎഇയിലെ ലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകിക്കൊണ്ട് ഇന്ത്യൻ കസ്റ്റംസ് നിയമങ്ങളിൽ കലോചിതമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു. പതിറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്ന ഡ്യൂട്ടി ഫ്രീ ഗോൾഡ് അലവൻസ് പരിഷ്കരിക്കുന്നതിനുള്ള നിർണായകമായ നീക്കമാണിത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യൻ കസ്റ്റംസ് സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കരണം ഉണ്ടാക്കുമെന്ന് സൂചന നൽകിയതിന് പിന്നാലെയാണ് പ്രവാസി സമൂഹത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പ്രവാസി ഇന്ത്യക്കാർക്ക് സ്വർണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രാബല്യത്തിലുള്ള നിയമങ്ങൾ 1990കളിലെ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയതാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ ശരാശരി വരുമാനത്തിൽ വന്ന വർധനവ്, ജീവിത ചെലവിലെ വർധനവ്, ആഗോളതലത്തിലെ പണപ്പെരുപ്പം, സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടം, ഗൾഫ് ഇന്ത്യ യാത്രകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് എന്നിവയൊന്നും ഈ നിയമങ്ങൾ പരിഗണിച്ചിരുന്നില്ല. നിലവിലെ നിയമമനുസരിച്ച് വിദേശത്ത് ഒരു വർഷത്തിൽ കൂടുതൽ താമസിച്ച ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ഡ്യൂട്ടി ഫ്രീ ആയി സ്വർണം കൊണ്ടുപോകുന്നതിന് പരിധിയുണ്ട്. ഇത് പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയും സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയും എന്നിങ്ങനെയാണ് കണക്ക്. ഈ പരിധിക്കപ്പുറമുള്ള സ്വർണത്തിന് നിശ്ചിത കസ്റ്റംസ് തീരുവ നൽകേണ്ടതുണ്ട്. വിവാഹ ആവശ്യങ്ങൾ പോലുള്ള വലിയ ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്ന പ്രവാസികൾക്ക് ഈ ചെറിയ അലവൻസ് വലിയ വെല്ലുവിളിയായിരുന്നു. കുറഞ്ഞ അളവിലുള്ള സ്വർണം മാത്രമേ ഡ്യൂട്ടി ഫ്രീ ആയി കൊണ്ടുപോകാൻ കഴിയൂ എന്നതിനാൽ ബാക്കിയുള്ളതിന് ഉയർന്ന കസ്റ്റംസ് തീരുവ അടയ്ക്കേണ്ടി വരുന്നത് പ്രവാസികൾക്ക് അധിക സാമ്പത്തിക ഭാരമായി മാറി. ഈ സാഹചര്യം പലപ്പോഴും നിയമപരമായ നൂലാമാലകളിലേക്കും വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായുള്ള അനാവശ്യ തർക്കങ്ങളിലേക്കും നയിച്ചിരുന്നു. വരുമാന വർധനവിനും പണപ്പെരുപ്പത്തിനും ആനുപാതികമായി സ്വർണത്തിന്റെ ഡ്യൂട്ടി ഫ്രീ അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പ്രവാസി സംഘടനകൾ പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്നതാണ്. യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഈ സമഗ്ര പരിഷ്കരണത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾക്കും സ്വർണത്തിന്റെ മൂല്യത്തിനുമനുസരിച്ച് അലവൻസ് വർദ്ധിപ്പിക്കും. ഇത് പ്രവാസികൾക്ക് നികുതി നൽകേണ്ടി വരുന്ന സ്വർണത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് 20 ഗ്രാം എന്നത് 50 ഗ്രാമായും 40 ഗ്രാം എന്നത് 75 ഗ്രാമായും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വർണം എത്ര അളവിൽ ഏത് രൂപത്തിൽ കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് കൂടുതൽ സുതാര്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. ഇത് കസ്റ്റംസ് അധികൃതർക്ക് പരിശോധന നടത്തുന്നതിനും പ്രവാസികൾക്ക് നിയമങ്ങൾ പാലിക്കുന്നതിനും എളുപ്പമാകും. കസ്റ്റംസ് നിയമങ്ങൾ ലളിതമാക്കുന്നതിലൂടെ വിമാനത്താവളങ്ങളിലെ പരിശോധനാ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമുള്ളതും വേഗത്തിലുള്ളതുമാക്കും. അനാവശ്യമായ തടസ്സങ്ങളും കാലതാമസങ്ങളും ഒഴിവാക്കി കസ്റ്റംസ് പ്രക്രിയയെ പ്രവാസികൾക്ക് ഭയരഹിതമാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ കസ്റ്റംസ് പരിഷ്കരണം കേവലം പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നതിനപ്പുറം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്ന പ്രധാന നേട്ടങ്ങൾ നിയമപരമായ മാർഗങ്ങളിലൂടെ കൂടുതൽ സ്വർണം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പ്രവാസികൾക്ക് പ്രോത്സാഹനമാകുമ്പോൾ അതിലൂടെ വിദേശ നാണ്യം രാജ്യത്തേക്ക് എത്തുന്നു. ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതോടൊപ്പം ഉയർന്ന കസ്റ്റംസ് തീരുവയും സങ്കീർണമായ നിയമങ്ങളും കാരണം സ്വർണം അനധികൃതമായി കള്ളക്കടത്ത് നടത്താൻ പലരും ശ്രമിക്കാറുണ്ട്. ഡ്യൂട്ടി ഫ്രീ അലവൻസ് വർദ്ധിപ്പിക്കുകയും നിയമങ്ങൾ ലളിതമാക്കുകയും ചെയ്യുമ്പോൾ നിയമപരമായ വഴികളിലൂടെ സ്വർണം കൊണ്ടുവരാൻ ആളുകൾ തയ്യാറാകും. ഇത് സ്വർണത്തിന്റെ കള്ളക്കടത്ത് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. അലവൻസിന് മുകളിലുള്ള സ്വർണത്തിന് കൃത്യമായി നികുതി ഈടാക്കുകയും നിയമങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുമ്പോൾ കസ്റ്റംസ് വഴിയുള്ള സർക്കാരിന്റെ നികുതി വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ധനമന്ത്രിയുടെ പ്രസ്താവന പ്രകാരം ഈ കസ്റ്റംസ് പരിഷ്കരണം ആദായ നികുതി, GST തുടങ്ങിയ മേഖലകളിൽ സർക്കാർ മുമ്പ് നടത്തിയ ശുദ്ധീകരണ ദൗത്യങ്ങൾക്ക് സമാനമായിരിക്കും. കലോചിതമായ നിയമങ്ങൾ പരിഷ്കരിച്ച് രാജ്യത്തെ സാമ്പത്തിക സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് സ്വർണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കാൻ ഈ മാറ്റങ്ങൾ സഹായിക്കും. പുതിയ നിയമങ്ങളുടെ കൃത്യമായ രൂപരേഖയും മറ്റു മാർഗനിർദ്ദേശങ്ങളും ഉടൻ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവാഹ സീസണുകളിലും മറ്റ് വിശേഷ അവസരങ്ങളിലും നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന യുഎഇയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഈ പരിഷ്കരണം വലിയ സാമ്പത്തിക ലാഭവും മാനസിക ആശ്വാസവും നൽകുമെന്നതിൽ സംശയമില്ല. കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാവുകയും സ്വർണം കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങൾ സുതാര്യമാവുകയും ചെയ്യുന്നതോടെ പ്രവാസികൾക്ക് വിമാനത്താവളങ്ങളിലെ അവരുടെ അനുഭവം കൂടുതൽ സൗകര്യപ്രദവും തടസ്സരഹിതവുമാകും. ഇത് പ്രവാസി സമൂഹത്തോടുള്ള സർക്കാരിന്റെ ക്രിയാത്മകമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്.